ഓക്കെ, കമ്പ്യൂട്ടർ സിസ്റ്റത്തിനോടൊപ്പം ഉപയോഗിക്കുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് സ്പീക്കർ. അതായത് കമ്പ്യൂട്ടറിൻ്റെ സൗണ്ട് കാർഡിൽ നിന്ന് ഓഡിയോ ഇൻപുട്ട് സ്വീകരിക്കുകയും ശബ്ദതരംഗങ്ങളുടെ രൂപത്തിൽ ഓഡിയോ ഔട്ട്പുട്ട് നിർമ്മിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സ്പീക്കറിൻ്റെ മെയിൻ ഫങ്ഷൻ. ഓക്കെ, സ്പീക്കേഴ്സ് ആർ പോപ്പുലർ output device used with the computer system. They receive audio input from the computer sound card and produce audio output in the form of sound waves. Most speakers for the computer are active speakers, meaning they have an internal amplifier which allow you to increase the volume of sound. ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ള ആംപ്ലിഫയറിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് വോളിയം, അതായത് സൗണ്ട് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യുവാനും സാധിക്കും. Okay, a plug and socket for a two-wire, that's a signal and ground coaxial cable is widely used to connect analog audio and video component. There are also USB speakers which are powered from the 5-volt at 500 milliamps provided by the USB port, allowing about 2.5 watts of output power. Okay, ഐ ഹോപ്പ് ഏതായാലും എല്ലാവരും സ്പീക്കർ കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. സം കമ്പ്യൂട്ടർ ഡിസ്പ്ലേ ഹാവ് റേദർ ബേസിക് സ്പീക്കേഴ്സ് built in and laptop come with integrated speakers. Restricted space available in laptop means these speakers usually produce low quality sound. സാധാരണയായിട്ടുള്ള കമ്പ്യൂട്ടർ സിസ്റ്റത്തിനോട് കൂടി അറ്റാച്ച് ചെയ്തിട്ട് ഒരു സ്പീക്കർ ഉണ്ടാവും, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്പീക്കർ കാണും. അപ്പോൾ ഇൻ കേസ് ഓഫ് ലാപ്ടോപ്പ്, പാൻടോപ്പ് അല്ലെങ്കിൽ ഫോണുകളിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു സ്പീക്കർ ഫോണിൽ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അഥവാ CPU. The central processing unit, commonly called CPU, is a hardware within a computer system which carry out instruction of a computer program by performing the basic arithmetical, logical and input-output operation of the system. The CPU play the role somewhat similar to the human brain and hence called the brain of the computer. The term has been in use the computer industry at least since the early 90s. 1960 കാലഘട്ടത്തിൽ തന്നെ CPU ഉപയോഗിച്ചു വന്നിരുന്നു. അതായത് നമ്മുടെ ഹ്യൂമൻ്റെ തലച്ചോറ് പോലെ തന്നെയാണ്, ആ സെയിം ഫങ്ഷൻ തന്നെയാണ് CPU കമ്പ്യൂട്ടറിലും ചെയ്യുന്നുള്ളത്. അത് കോമൺ ആയിട്ടുള്ള കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ് ലൈക്ക് അരിത്തമാറ്റിക്കൽ, അതുപോലെ ലോജിക്കൽ ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷനൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് CPU ആണ്. ആൻഡ് ഇറ്റ്സ് ഓൾസോ സിമിലിയർ ടു ഹ്യൂമൻ ബ്രെയിൻ ആൻഡ് ഹെൻസ് ഇറ്റ്സ് ഓൾസോ കോൾഡ് ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. അതുകൊണ്ട് തന്നെ CPUവിനെ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്നാണ് അറിയപ്പെടുന്നത്. ദ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ CPU is a processor, is a unit which perform most of the processing inside a computer. It processes all instruction received by software running on the PC and by other hardware component and act as a powerful calculator. സാധാരണയായിട്ട് നമ്മുടെ ബ്രെയിനിൽ, മനുഷ്യരുടെ ബ്രെയിനിൽ, നമ്മുടെ ഹ്യൂമൻ ബീങ്സിൻ്റെ ബ്രെയിനിൽ നമ്മൾ വായിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്ത ഒരുപാട് ഇൻഫോർമേഷൻസ് ഉണ്ടാവും. അത് അതിൻ്റേതായ സമയങ്ങളിൽ നമ്മളത് ഉപയോഗിക്കും. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റാസ് മെമ്മറി യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കോഡ് യൂസ് ചെയ്തുകൊണ്ട് കമ്പ്യൂട്ടറിന് ആവശ്യമുള്ള ഫങ്ഷൻ നടക്കുന്ന സമയത്ത് ആ മെമ്മറി യൂസ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ഫങ്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യുന്നു. ഇത് ഈ രണ്ട് ഫങ്ഷൻസിൻ്റെ ഇടയിൽ മീഡിയേറ്ററായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ CPU. ആൻഡ് CPUവിന് മെയിനായിട്ട് 2 കോമ്പണൻ്റ് ആണുള്ളത്, കൺട്രോൾ യൂണിറ്റും അതുപോലെ തന്നെ അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റ് എക്സ്ട്രാക്ട് ഇൻസ്ട്രക്ഷൻ ഫ്രം മെമ്മറി ആൻഡ് ഡീകോഡ് ആൻഡ് എക്സിക്യൂട്ട് ദം. കൺട്രോൾ യൂണിറ്റിൻ്റെ മെയിൻ പർപ്പസ് എന്ന് വെച്ചാൽ ഇൻസ്ട്രക്ഷൻസ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള, കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡീകോഡ്സ് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് കൺട്രോൾ യൂണിറ്റിൻ്റെ മെയിൻ ഫങ്ഷൻ. The control unit acts as an intermediary that decode the instructions sent to the processor, tell the other units such as the arithmetic logical unit what to do by providing control signal, and these send back the processed data back to the memory. Okay,
and CPU act as അല്ലെങ്കിൽ control unit act as the central nervous system for all other component of computer. It manage the entire computer system including its input and output unit. കമ്പ്യൂട്ടറിലെ എല്ലാ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് അതിൻ്റെ ഓപ്പറേഷൻസ് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ദ കൺട്രോൾ യൂണിറ്റ് ആണ്. ആൻഡ് ഇറ്റ് ഒബ്റ്റെയിൻ ഇൻസ്ട്രക്ഷൻ ഫ്രം എ പ്രോഗ്രാം സ്റ്റോർഡ് ഇൻ എ മെയിൻ മെമ്മറി ആൻഡ് interpret it and issue signal that cause other unit of the system to execute them. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് രണ്ടാമത്തെ കോമ്പോണൻ്റ് ആണ്, സി പി യുവിൻ്റെ കോമ്പോണൻ്റ് ആണ് അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ് അല്ലെങ്കിൽ ALU എന്നറിയപ്പെടും. ആൻഡ് അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ് ഈസ് എ ഡിജിറ്റൽ സർക്യൂട്ട് ഇൻസൈഡ് ദ പ്രോസസർ ദാറ്റ് ഹാൻഡിൽ അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻ ബൈ ലോഡിംഗ് ഡാറ്റ ഫ്രം ഇൻപുട്ട് രജിസ്റ്റർ. അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള അരിത്തമാറ്റിക് ഓപ്പറേഷനും ലോജിക്കൽ ഓപ്പറേഷനും ഫങ്ഷൻ ചെയ്യുവാൻ വേണ്ടി സഹായിക്കുന്നതാണ് ALU അല്ലെങ്കിൽ അരിത്തമാറ്റിക് ലോജിക്കൽ യൂണിറ്റ് എന്നറിയപ്പെടുന്നത്. നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻപുട്ട് രജിസ്റ്ററിൽ ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റാസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഫംഗ്ഷൻ ചെയ്യും. ആഫ്റ്റർ ദ കൺട്രോൾ യൂണിറ്റ് പ്രൊവൈഡ് ദ ALU വിത്ത് ദി ഇൻസ്ട്രക്ഷൻ ഓൺ ദ ഓപ്പറേഷൻ ദാറ്റ് മസ്റ്റ് ബി പെർഫോം ദി ALU complete them by connecting multiple transistors and then store result in output register. The CPU contain internal memory unit which are called the registers. CPU-ൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഇൻറ്റേർണൽ മെമ്മറിയെ സാധാരണയായിട്ട് വിളിക്കുന്നത് രജിസ്റ്റേഴ്സ് എന്നാണ്. These registers contain data, instruction, counters and address used in the ALU or arithmetic logic units informing processing. Okay, the control unit will move the data to memory. Something. അപ്പോൾ അരിത്തമാറ്റിക് ഓപ്പറേഷൻ സച്ച് ആസ് ആഡ്, സബ്സ്ട്രാക്ട്, കൂട്ടുക, കുറയ്ക്കുക, മൾട്ടിപ്പിൾ, ഡിവൈഡ് ഓർ ലോജിക്കൽ ഓപ്പറേഷൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഈക്വൽ ടു, നോട്ടിക്ക് ഇങ്ങനെയുള്ള അരിത്തമാറ്റിക്കൽ ഫംഗ്ഷനും ലോജിക്കൽ ഫംഗ്ഷനും എല്ലാം കണ്ടക്ട് ചെയ്യുന്നത് ആരുടെ സഹായത്തോടെയാണ്? ALUവിൻ്റെ സഹായത്തോടുകൂടിയാണ്. ദ ALU ഹാസ് സം സ്പെഷ്യൽ purpose registers and necessary circuitry to carry out all arithmetic and logic operations supported by CPU. Okay, when the CPU, both CPU and ALU is contained on a single silicon chip, it's called microprocessor. Okay, the control unit will then move this data to memory. To function properly, the CPU relies on the system clock, memory, secondary storage and data and address buses. CPU is the heart and brain of the computer. It receives data, input, execute instruction and process information, and it communicates with input-output devices, which is sent and receive data and from the CPU. That's CPU main functions. Okay, and there are two basic type of semiconductor memory are the random access memory അതുപോലെ തന്നെ read only memory. So യൂസ് ചെയ്യുന്ന CPU-ൽ അടങ്ങിയിട്ടുള്ള മെമ്മറിയെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. കണ്ടക്ടർ മെമ്മറീസ് ആർ ടു ടൈപ്പ്, റാൻഡം ആക്സസ് മെമ്മറിയും അതുപോലെ തന്നെ റീഡ് ഓൺലി മെമ്മറിയും. റാൻഡം ആക്സസ് മെമ്മറി ഈസ് എ റീഡ് റൈറ്റ് മെമ്മറി ആൻഡ് ഇൻഫർമേഷൻ ക്യാൻ ബി റിട്ടേൺ ഇൻ ടു ദി റീഡ് ഫോം എ റാം ആൻഡ് ഇറ്റ് ഇസ് എ വൊളൈറ്റൽ മെമ്മറി എന്ന് പറയും. റാം ഒരു വൊളൈറ്റൽ മെമ്മറിയാണ്. ദ ഇൻഫർമേഷൻ റിട്ടേൺ ടു ഇറ്റ്സ് retained it as long as power supply is on. When the power supply is interrupted, its stored information is lost. The basic storage cell of RAM is a flip-flop fabricated with a transistor. And RAM come in two varieties, static RAM and dynamic RAM. പിന്നെ റാമും അതുപോലെ തന്നെ റോം ഉണ്ട്. ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് വീണ്ടും അതിൻ്റെ ഒരുപാട് വേർഷൻസും കാണാൻ പറ്റും. അത്രയ്ക്കും നമുക്ക് പോകണ്ട. ഇപ്പോൾ നെക്സ്റ്റ് റോം. അപ്പോൾ റാം എന്താണ്? RAM is a ROM is a read-only memory and RAM is a read-write memory, and the information can be written into the read form a RAM, and it is volatile memory. RAM ഒരു volatile memory ആണ്. And in case of ROM is a semiconductor memory device used to store information which is permanent in nature.
and has become an important part of any digital system because of its low cost, high speed, and data non-volatile. The information stored in it's not lost even the power supply goes off. It is used for permanent storage, and ROM are much cheaper as compared to RAMs, and depending on the programming process employs, and ROM are categorized as mass programmable ROM and programmed ROM and programmable ROM. Okay.